സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലൻ ഷെറിൻ. അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ രഹന, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷിജോ ടി.എം. എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. സ്വാമിനി കരുണാമൃത പ്രാണ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൂടാതെ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. 4 പേർക്ക് പുതുജീവൻ പകർന്നാണ് കുഞ്ഞ് അലൻ ഷെറിൻ വിടവാങ്ങിയത്. അവയവദാന ചരിത്രത്തിൽ ആദ്യമായാണ് 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്കായി ദാനം ചെയ്യപ്പെടുന്നത്. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് അലൻ ഷെറിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ രക്ഷിതാക്കൾ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. കുട്ടിയുടെ വൃക്ക, കരൾ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്തത്. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. റോഡ് മാർഗമാണ് അവയവങ്ങൾ കൊണ്ടുപോയത്. 3 മണിക്കൂറിനുള്ളിൽ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കാനാകുമെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. പരമാവധി നേരത്തെ എത്തിക്കും. അതെല്ലാം നമുക്ക്. അലൻ ഷെറിന്റെ ഭൗതികദേഹത്തിൽ അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ രഹന, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷിജോ ടി.എം. എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. സ്വാമിനി കരുണാമൃത പ്രാണ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഈ മാസം 5-ന് അമ്മയും മാതാവിന്റെ രക്ഷിതാക്കളോടുമൊപ്പം കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ പള്ളത്ത് വെച്ച് എതിരെ വന്ന വാഹനം ഇടിച്ചാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചത്. ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ആദ്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ഫെബ്രുവരി 6-നാണ് കുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.